ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. ഒപ്പം ഒരുപാട് മാറ്റങ്ങളും. ഇരുവരും തമ്മിലുള്ള അകൽച്ച മുൻപത്തേക്കാൾ അധികമാകാൻ അധിക ദിവസങ്ങൾ വേണ്ടി വന്നില്ല. ആമിയോടൊന്ന് സംസാരിക്കാൻ രുദ്രനാവുന്നതും ശ്രമിച്ചുവെങ്കിലും അവൾ കേൾക്കാൻ തയ്യാറായില്ല. അത്രമേൽ അവളെ നോവിച്ച് കഴിഞ്ഞിരുന്നു അറിഞ്ഞതോരോന്നും. രുദ്രൻ ഓഫീസുള്ളത് കൊണ്ട് തന്നെ പരമാവധി അവനിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ആമിക്ക് കഴിയുന്നുണ്ട്. കുഞ്ഞിപ്പെണ്ണെ കൊണ്ടാക്കിയ ശേഷമാണ് ഓഫീസിൽ പോക്കെല്ലാം. വൈകിട്ട് അവൾ തന്നെ ഗൗരി കൂട്ടിയിട്ട് വരികയും ചെയ്യും. വൈകിട്ടത്തെ ചായയും കുടിച്ച് സ്ലേറ്റിൽ കാര്യമായ വരയിലാണ് കുഞ്ഞുട്ടി. ആമി ചെടി നനയ്ക്കുന്ന തിരക്കിലും. അത് കഴിഞ്ഞ് പൈപ്പ് ഓഫ് ചെയ്ത് ഓസ് വലിച്ചിടാൻ നേരത്താ രുദ്രൻ വന്നത്. ബുള്ളറ്റിന്റെ സൗണ്ട് കേട്ടപ്പോഴേ കുഞ്ഞുട്ടി സ്ലേറ്റ് താഴെ വെച്ച് മുറ്റത്തേക്ക് ഇറങ്ങി. മുറ്റത്ത് വണ്ടി കൊണ്ട് നിർത്തിയപ്പോഴേക്കും മൂപ്പത്തി ഹാജറിട്ടു. വണ്ടി ഒതുക്കി അകത്തേക്ക് കയറുന്നതിനിടെ അവളെയും എടുത്തു രുദ്രൻ. ഒക്കത്തിരുന്നു കൊണ്ട് തന്നെ പോക്കറ്റിൽ നിന്നും മിഠായി തപ്പിയെടുത്ത് കഴിഞ്ഞിരുന്നു കുഞ്ഞിപ്പെണ്ണ്. അതിൻ്റെ സന്തോഷമെന്നോണം അവൻ്റെ കവിളിൽ അമർത്തി ഉമ്മ വെച്ച ശേഷമാണ് അവൾ താഴെ ഇറങ്ങിയത്. മറുപടിയായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ ബാഗ് തിണ്ണയിൽ വെച്ച് അകത്തേക്ക് കയറി. പിന്നാലെ തന്നെ ആമിയും. റൂമിൽ പോയി ഡ്രസ്സ് മാറിയ ശേഷമാണ് രുദ്രൻ തിരികെ സോഫയിൽ വന്നിരുന്നത്. കുഞ്ഞുട്ടി മിഠായിയൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുഞ്ഞുട്ടി പിന്നെയും അമ്മയ്ക്കൊപ്പം ഇരുന്ന് കുത്തിവര തുടങ്ങി. ആമി തൊട്ടടുത്ത് തന്നെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഡയറി നോക്കുകയായിരുന്നു അന്നേരം. ചായ കുടിക്കുകയായിരുന്നു രുദ്രൻ. അല്പം കുനിഞ്ഞിരുന്ന് അവളുടെ സ്ലൈറ്റിലേക്ക് ശ്രദ്ധ കൊടുത്തു. എന്താണ്, കാര്യമായ പണിയിലാണല്ലോ. താടിക്ക് കൈയും കൊടുത്ത കുഞ്ഞിപ്പെണ്ണിനെ നോക്കി പുരുകുയർത്തി അവൻ. മറുപടിയായി കുഞ്ഞിപ്പെണ്ണ് ആഞ്ഞൊന്ന് ശ്വാസം വിട്ടു. പിന്നെ പെൻസിൽ തൊട്ട് വെച്ച് ഓരോന്ന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ഇത് മല, ഇത് സൂര്യൻ, പിന്നെ ഇതില്ലേ വീട്, പിന്നത് കാക്കച്ചി. ചിത്രത്തിലേക്കൊന്ന് നോക്കി രുദ്രൻ. 4 3 7 വരയും പിന്നെ 2 3 വട്ടവും. പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായി. കുഞ്ഞുട്ടി ശ്രദ്ധയോടെ അവനെ നോക്കിയിരിക്കുന്ന തിരക്കിലാണ്. രുദ്രൻ അവളെ നോക്കിയിരുന്ന് വിളറിയ ചിരി ചിരിച്ചു. അതിലുണ്ടായിരുന്ന കുഞ്ഞിപ്പെണ്ണിൻ്റെ കലാസൃഷ്ടിയുടെ ലെവല്. കൊള്ളാവോ അച്ഛേ? പെൻസിൽ താടിയിൽ കുത്തിക്കൊണ്ട് കണ്ണു വിടർത്തി ഗൗരിക്കുട്ടി അച്ഛനെ നോക്കി. പിന്നെ നല്ല രസമുണ്ടല്ലോ. ഇതുവരെയും ആരും വരച്ചിട്ട് കൂടെ ഉണ്ടാവില്ല ഈ ടൈപ്പ് ചിത്രം. ചിരി അടക്കി പിടിച്ച് പറയുന്നവനെ കേൾക്കെ ആമിയും അങ്ങോട്ട് ശ്രദ്ധ തിരിച്ചു. അറിയാതെ അവളും ചിരിച്ചുപോയി. രണ്ടാളെയും നോക്കി കുഞ്ഞുട്ടി കണ്ണുരുട്ടി കാണിച്ചപ്പോഴാണ് ചിരിയൊന്ന് ഒതുങ്ങിയത്. അപ്പോൾ ഇതെന്താ? വിഷയം മാറ്റാൻ എന്ന പോലെ രുദ്രൻ കൂട്ടത്തിലൊന്നിലേക്ക് വിരൽ ചൂണ്ടി ചോദിച്ചു. ഒരു വരയും മുകളിൽ ഒരു വട്ടവും. അത് തന്നെ കുറച്ച് അകലെയായി വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തും പിന്നെ വേറെയൊന്നും. അത് നമ്മളാ അച്ഛേ? ഈ അച്ഛയ്ക്ക് ഒന്നും അറിഞ്ഞൂടാ. കൈനീട്ടിയാക്കി ചിരിച്ചുകൊണ്ടാണ് അവളത് പറഞ്ഞത്. മറുപടിയായി അവനൊന്ന് വെളുക്കെ ചിരിച്ചു. അല്ല, ഇതെന്താ 2 മാത്രം അടുത്തും ബാക്കി അകലെയും? ഇത് 2 ഞാനും മുത്തിയമ്മയും. ബാക്കി നിങ്ങൾ 2 അച്ഛയും അമ്മിമ്മയും എപ്പോഴും പിണക്കമല്ലേ, അതാ അകലെ. അത് പറഞ്ഞപ്പുറത്തെ സൈഡിൽ വര തുടങ്ങി കഴിഞ്ഞിരുന്നു കുഞ്ഞിപ്പെണ്ണ്. അവളുടെ മറുപടി ഇരുവരെയും നന്നെ ഉലച്ചു. കുറച്ചു നേരത്തേക്ക് പരസ്പരം ഒന്നും മിണ്ടാതെ നോക്കിയിരുന്നു ആമയും രുദ്രനും. മതി വരച്ചു കുത്തിയിരുന്നത്, വന്നേ അമ്മ ചോറ് തരാം. അതും പറഞ്ഞ് എഴുന്നേറ്റ് നടന്നു അവൾ. രാത്രി മുറിയിലെത്തുമ്പോഴേക്കും കുഞ്ഞുട്ടി അച്ഛനെയും കെട്ടിപ്പിടിച്ചുറക്കമായി കഴിഞ്ഞിരുന്നു. ആമി മുറിയിലേക്ക് വരുന്നത് കണ്ടതും രുദ്രൻ ശ്രദ്ധയോടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ കൈയെടുത്ത് തൻ്റെ ദേഹത്തുനിന്ന് മാറ്റി. പിന്നെ കട്ടിൽ നിന്നും എഴുന്നേറ്റ് അവൾക്കടുത്തേക്ക് നടന്നു. ആമി. പുറകിൽ നിന്നും അവളെ ചേർത്ത് പിടിക്കും എന്നത്തെയും പോലെ അവഗണന തന്നെയായിരുന്നു രുദ്രൻ പ്രതീക്ഷിച്ചത്. പക്ഷേ പതിവിന് വിപരീതമായി അവൻ്റെ കൈക്കുള്ളിൽ അനങ്ങാതെ നിൽക്കുകയായിരുന്നു ആമി. നീ കേട്ടില്ലേ ഗൗരി പറഞ്ഞത്? അങ്ങനെയൊന്ന് കാണിച്ചു കൊടുത്താണോ നമ്മൾ അവളെ വളർത്തേണ്ടത്? അവൾക്ക് മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ടേ നമുക്ക്? ഇനിയും നിനക്കെന്നോട് പൊറുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണോ? തോളിൽ താടി ചേർത്ത് ചോദിക്കുന്നവനെ കാണെ മറുപടിയില്ലായിരുന്നു അവൾക്ക്. പറാമി, ഇനിയൊരിക്കലും നിനക്ക് എൻ്റേതാകാൻ കഴിയില്ലേ? എല്ലാം എനിക്കറിയാം രുദ്രേട്ട, പക്ഷേ എന്നെക്കൊണ്ട് കഴിയാൻ തോന്നുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്ന് ഞാൻ ചോദിക്കുന്നേ. അവളെ തൻ്റെ നേർക്ക് തിരിച്ചു നിർത്തി ചോദിക്കുമ്പോൾ അവനിൽ അവളെ കേൾക്കണമെന്ന ചിന്ത മാത്രമായിരുന്നു. എനിക്ക് പറ്റണില്ല. ഒക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ചേർന്ന പെണ്ണല്ല. മോളുടെ പേരില നിങ്ങൾ പിടിച്ചു നിൽക്കുന്നതെന്ന് എനിക്കറിയാം. അത് വേണ്ട, ഇനിയും സമയമുണ്ട്. നന്നായി ജീവിക്കാം. എന്നെപ്പോലെ ഒരുത്തി ശരിയാവില്ല. പിന്നെ ഉള്ളത് ഈ താലിയല്ലേ, അത് ഞാൻ. തലകുനിച്ചുകൊണ്ട് തൻ്റെ നിറഞ്ഞ കണ്ണുകളെ മറച്ചുകൊണ്ട് പറഞ്ഞൊപ്പിക്കുന്ന അവളുടെ മുഖം തനിക്ക് നേരെ ഉയർത്തി ഞൊടിയിടയിൽ അതങ്ങൾ തൻ്റെ ചുണ്ടുകളുമായി ചേർത്ത് കഴിഞ്ഞിരുന്നു രുദ്രൻ. ഒന്നുയർന്ന് പൊങ്ങിക്കൊണ്ട് മിഴികൾ ഇറുക്കെ അടച്ചു ആമി. തള്ളി മാറ്റാതെ അവനോട് ചേർന്ന് നിന്ന്
നെഞ്ചിൽ കൈവച്ച് അവളും ആസ്വദിക്കുകയായിരുന്നു ആ ചുംബനം. പതിയെ മേൽ ചുണ്ടിലേക്ക് പടർന്നു കയറുന്ന അവൻ്റെ ചുംബന ചൂടിൽ ഉരുകിയെന്ന പോലെ അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി. ഉള്ളിൽ കൂടിയ സങ്കടങ്ങളും നിമിഷനേരം കൊണ്ട് ഇല്ലാതാവുന്ന പോലെ കീഴ്ചുണ്ടിൽ ഒരിക്കൽ കൂടി അമർത്തി ചുംബിച്ചുകൊണ്ടാണ് രുദ്രൻ അവളിൽ നിന്നും അകന്നു മാറിയത്. അപ്പോഴും തൻ്റെ കൈക്കുള്ളിൽ അവളെ ചേർത്ത് പിടിച്ചിരുന്നു അവൻ. പെണ്ണിൻ്റെ പരിശുദ്ധി ശരീരത്തിലെ നേർത്ത ചർമ്മത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ആമി. നിറഞ്ഞ കണ്ണുകൾ ഇറുക്കി അടിച്ച് തന്നെ നോക്കാൻ കൂട്ടാക്കാതെ നിൽക്കുന്ന പെണ്ണിൻ്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് രുദ്രൻ പതിയെ പറഞ്ഞു. മറുപടിയായി കണ്ണുകൾ തുറന്ന് അവനെ ഒന്ന് നോക്കി ആമി. പിന്നെ ആ നെഞ്ചിലേക്ക് ചേർന്ന് നിന്ന് കണ്ണുകൾ ഇറുക്കി അടച്ചു. കൊതിച്ചെന്ന പോലെ രുദ്രൻ്റെ കൈകളും അവളെ പൊതിഞ്ഞു പിടിച്ചു. മറുപടിയായി അവളുടെ ചുണ്ടുകൾ ഷർട്ടിൻ്റെ വിടവിലൂടെ അവൻ്റെ നെഞ്ചിലമർന്നു. പിന്നെയുള്ള ദിവസങ്ങൾ അത്രയും പ്രണയത്തിൻ്റെതായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിലേക്കുള്ള തിരിച്ചുപോക്ക്, കൊരുത്തു പിടിച്ച കൈവിരലുകളും ചെറുതായി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ചുംബനങ്ങളും എല്ലാം രുദ്രന് തൻ്റെ പെണ്ണിനോടുള്ള പ്രണയമായിരുന്നു. ആ നിമിഷങ്ങൾക്കൊക്കെയും വിരഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ഭാവവും. കണ്ണിൽ വെയിലിടിച്ചപ്പോൾ രുദ്രൻ കൈവിരലുകൾ പരസ്പരം കൊരുത്തു വലിച്ച് മൂരി നിവർത്തിക്കൊണ്ട് തിരിഞ്ഞു കിടന്നു. ഒപ്പം ഇടത് കൈകൊണ്ട് കുഞ്ഞിപ്പെണ്ണിനു വേണ്ടി കിടക്കയിൽ തപ്പി. കമിഴ്ന്ന് കിടന്നുറങ്ങുന്നവളെ കുഞ്ഞിക്കൈ തണ്ടയിൽ തൊട്ടപ്പോൾ അവൻ അറിയാതെ തന്നെ ചുണ്ടിൽ പുഞ്ചിരി മുട്ടിട്ടു. എഴുന്നേറ്റിരുന്ന ശേഷം മുഖമർത്തി തുടച്ച് കുഞ്ഞിപ്പെണ്ണിൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മയും കൊടുത്ത് കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് നടന്നു. കുളിക്കാനുള്ളതും കൊണ്ട് മുറിക്ക് പുറത്തേക്ക് കടന്നു. കുളിയും മറ്റും കഴിഞ്ഞ് തിരികെ മുറിയിലെത്തുമ്പോഴേക്കും കുഞ്ഞുട്ടി നല്ല ഉറക്കം തന്നെയായിരുന്നു. തോർത്ത് ഡ്രസ്സിംഗ് സ്റ്റാൻഡിൽ വിരിച്ചിട്ട് കണ്ണാടിയിൽ നോക്കി മുടിയൊന്നൊതുക്കിയ ശേഷം വാതിലൊച്ചയുണ്ടാക്കാതെ വെറുതെയൊന്ന് ചാരിയിട്ട ശേഷം പുറത്തേക്ക് നടന്നു. അകത്തെ ഇടനാഴിയിൽ ചായയും കുടിച്ചിരിക്കുന്ന അമ്മമ്മയ്ക്ക് നേരെ നോക്കി ചിരിച്ച ശേഷം അച്ചച്ചൻ്റെ റൂമിലേക്ക് ചെന്നു. ഇടക്കുള്ള പതിവ് പോലെ ഇത്തിരി നേരം ആ കയ്യും പിടിച്ച് ഓരോന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ആ കൈയിറക്കെ തൻ്റെ കൈക്കുള്ളിൽ പിടിച്ചുകൊണ്ട് ചുണ്ടോട് ചേർത്തു. അന്നേരം എന്നത്തെയും പോലെ അയാളുടെ കണ്ണുകളൊന്ന് തിളങ്ങി. തളർച്ചയിൽ ഒരു ഭാഗത്തേക്ക് കോടിക്കോറിയ ചുണ്ടുകൾ പുഞ്ചിരിച്ചതായി തോന്നി അവന്. അവിടെ നിന്നും ഇറങ്ങി അടുക്കളയിലേക്ക് നടക്കുമ്പോൾ അവൻ്റെ ചുണ്ടിലുമുണ്ടായിരുന്നു അതേ പുഞ്ചിരി. അടുക്കളയിലേക്ക് കയറിയ ഉടനെ തന്നെ നല്ല നെയ്യിൻ്റെ മണം വന്ന് പൊതിയൊന്നുണ്ടായിരുന്നു. നോക്കുമ്പോൾ രാവിലെ കഴിക്കാനുള്ള ദോശ ഉണ്ടാക്കുകയായിരുന്നു ആമി. അടുത്തേക്ക് ചെന്ന് വീതനയിൽ കയറിയിരുന്നു കൊണ്ട് അവളെ നോക്കിയിരുന്നു രുദ്രൻ. മറുപടിയായി പുരുക ഉയർത്തി കൂർപ്പിച്ചൊന്ന് നോക്കി അവളും. പിന്നെ തൻ്റെ പണികളിലേക്ക് തിരിഞ്ഞു. തന്നെ നോക്കിയിരിക്കുന്നവൻ്റെ ഭാവങ്ങൾ അവളെ അസ്വസ്ഥമാക്കുന്നുണ്ടായിരുന്നു. മുഖത്തത് പ്രകടമാക്കാതെ നിൽക്കുകയായിരുന്നു. അന്നേരം അല്പം കൂടിയൊന്ന് നീങ്ങിയിരുന്നു കൊണ്ട് അവളെ ഇരുകൈ കൊണ്ടും ചുറ്റിപ്പിടിച്ചുകൊണ്ട് കഴുത്തിലേക്ക് മുഖം അടുപ്പിച്ചതും നിന്ന നിൽപ്പിൽ അവളൊന്ന് ഉയർന്നു പൊങ്ങി. രുദ്രനൊന്നും മിണ്ടാതെ അവളോട് ചേർന്നിരിക്കുകയായിരുന്നു. ചായ വേണ്ടേ? ഉള്ളിലെ വെപ്രാളം പരമാവധി മറച്ചു പിടിച്ചുകൊണ്ടാണ് പെണ്ണിൻ്റെ ചോദ്യം. മറുപടിയായി ഒന്ന് മൂളുക മാത്രം ചെയ്തു. ഈറൻ മുടിയിൽ നിന്നും ഇറ്റി വീഴുന്ന വെള്ളത്തുള്ളികൾ അവളുടെ കഴുത്തിൽ പതിച്ചപ്പോൾ അവൾ കയ്യിലെ പിടിമുറുക്കി. പുഞ്ചിരിയോടെ രുദ്രൻ അവളെ തന്നിലേക്ക് ഒന്നുകൂടെ അടുപ്പിച്ചു നിർത്തി. അത്ര നേരം ഉണ്ടായിരുന്ന വെപ്രാളം മാറി നാണത്താൽ തൻ്റെ കവിൾ തടങ്ങൾ ചുവന്ന് കയറുന്നത് അറിയവേ അവളിൽ പുഞ്ചിരി മുട്ടിട്ടു. ചുണ്ടുകൾ കഴുത്തിൽ ചെറുതായി പതിഞ്ഞതും കൈലിൻ്റെ തലപ്പ് കൊണ്ട് ആമി അവൻ്റെ കൈത്തണ്ടയിൽ തള്ളി. പരിഭവത്തോടെ ചുണ്ട് കൂർപ്പിച്ചുകൊണ്ട് അവൻ പിന്നെയും കഴുത്തിടുക്കിലേക്ക് തൻ്റെ മുഖം പൂഴ്ത്തി. തല ശരിക്കും തോർത്തില്ലേ? അവനെ നോക്കാതെ ദോഷമറിച്ചിട്ടുകൊണ്ട് ആമി തിരക്കി. ചുമൽ കൂച്ചി കാണിച്ചുകൊണ്ട് മറുപടി പറയുമ്പോഴും രുദ്രൻ ആമിയെ തൻ്റെ കൈപ്പിടിയിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നില്ല. ആമിമ്മേ. വാതിൽക്കൽ നിന്നുള്ള കുഞ്ഞുട്ടിയുടെ വിളി കേട്ടതും ആമി തന്നിലുള്ള അവൻ്റെ പിടിയയച്ചു. രുദ്രൻ വല്ലാത്തൊരു ഭാവത്തോടെ കുഞ്ഞിപ്പെണ്ണിനെ ഒന്ന് ഇരുത്തി നോക്കി. തിരികെ പതിവിളി തന്നെയായിരുന്നു മറുപടി. അടക്കി പിടിച്ച ചിരിയോടെ ആമി ഗൗരിക്കുട്ടിയുടെ അടുത്തേക്ക് വിളിച്ചു. ഇന്നെന്താ നേരത്തെ എഴുന്നേറ്റ് വന്നേ? അല്ലെങ്കിൽ സ്കൂളുള്ള ദിവസം 100 വിളി വിളിച്ചാലും എണീക്കാത്ത ആളാ. ഇപ്പം കണ്ടില്ലേ വന്ന് ചിരിച്ചു നിൽക്കുന്നത്? രുദ്രൻ അവളെ കൂർപ്പിച്ചു നോക്കിയാണത് പറഞ്ഞത്. മറുപടിയായി കുഞ്ഞിപ്പെണ്ണിരി കൈകളും ഒക്കത്ത് കുത്തി അവനെ ഒന്ന് ഇരുത്തി നോക്കി. ഇപ്പം ഞാൻ വന്നതാ കുറ്റം, അല്ലാതെ നിങ്ങൾ രണ്ടാളും കെട്ടിപ്പിടിച്ച് നിന്നതല്ല. അമ്മ അച്ചോട് പിണങ്ങി തന്നെ ഇരുന്നാൽ മതിയായിരുന്നു. ഇച്ചിപ്പോൾ അമ്മനെ കാണാൻ കൂടെ ഇല്ല. ഞാൻ പോവുക, അമ്മമ്മ കുളിപ്പിച്ച് തന്നോളും. തന്നാലാവും വിധം ചവിട്ടി കുലുക്കി പിണങ്ങി പോകുന്ന കുറുമ്പി പെണ്ണിനെ നോക്കി അന്തം വിട്ട് നിൽക്കുകയായിരുന്നു അവർ രണ്ടുപേരും.
പിന്നെയും തന്നെ ചേർത്ത് പിടിക്കാൻ ഒരുങ്ങിയ രുദ്രന്റെ കൈത്തണ്ടയിൽ അമർത്തി നുള്ളിക്കൊണ്ട് ആമി അവനെ തള്ളി മാറ്റി. എന്തടി നീ ഇങ്ങനെ? പരിഭവത്തോടെ മുഖം കൂർപ്പിച്ചു നോക്കി പറയുന്നവനെ കാണെ പ്രണയത്തെക്കാളേറെ വാത്സല്യമായിരുന്നു അവളിൽ തോന്നിയത്. സ്റ്റൗ ഓഫ് ചെയ്തുകൊണ്ട് അവൾ അവന് നേരെ തിരിഞ്ഞു നിന്നു. നാണമില്ലേ കൊച്ചിനെ കൊണ്ട് ഇങ്ങനെയൊന്ന് ഓരോന്ന് പറയിപ്പിക്കാൻ? തോളിലൂടെ കൈയിട്ട് അവനിലേക്ക് ചേർന്ന് നിന്നപ്പോൾ രുദ്രനെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളെ നോക്കി. അതെ, എൻ്റെ വിത്ത വളർന്നു കഴിഞ്ഞാലേ എന്നേക്കാൾ അപ്പുറമായിരിക്കും. അല്ലാതെ ചിലരെ പോലെ ഒരു ഉമ്മ വയ്ക്കാൻ പോലും സമ്മതിക്കാതെയാവില്ല. പുച്ഛത്തോടെ പറച്ചിൽ കേട്ടപ്പോഴേ ആമിക്ക് മനസ്സിലായി തനിക്കിട്ട് കുത്തിയതാണെന്ന്. മറുപടിയായി കുറുമ്പോടെ ചിരിച്ചുകൊണ്ട് അവൻ്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു ആമി. രുദ്രൻ വിശ്വസിക്കാനാവാതെ കണ്ണു വിടർത്തി അവളെ നോക്കി. കുസൃതി ചിരിയോടെ പിൻകഴുത്തിൽ കൈ ചേർത്ത് അവളുടെ മുഖം തൻ്റെ നേർക്ക് അടുപ്പിക്കവേ ആമി അവനെ കണ്ണുരുട്ടി നോക്കിയിരുന്നു. മറുപടിയായി കീഴ്ച്ചുണ്ട് കടിച്ചുകൊണ്ട് അവൻ അവളുടെ ആദരങ്ങളിലേക്ക് നോക്കി. നോട്ടം പന്തിയല്ലെന്ന് കണ്ടതും ആമി പിന്നിലേക്ക് ആഞ്ഞുകൊണ്ട് അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് തന്നെ രുദ്രൻ അവളിലുള്ള പിടിമുറുക്കി. പിന്നിലേക്ക് ആഞ്ഞവളുടെ താടിയിൽ പിടിച്ചു മുഖം പിന്നെയും തന്നിലേക്ക് ചേർത്തു. ഒന്നേങ്ങിക്കൊണ്ട് ആമി മിഴികൾ ഇറുക്കി അടച്ചതും രുദ്രൻ അവളുടെ ആദരങ്ങളിൽ ചുണ്ടുകൾ ചേർത്തതും ഒന്നിച്ചായിരുന്നു. ആദ്യമൊന്ന് കുതറിയെങ്കിലും അവളിലുള്ള തൻ്റെ കൈകളുടെ മുറുക്കം കൂടുന്നതിനനുസരിച്ച് അനുസരണയോടെ തന്നിലേക്ക് ചേർന്ന് നിന്നു പെണ്ണ്. അല്പം നേരത്തിനു ശേഷം അവളിൽ നിന്നും അടർന്നു മാറുമ്പോൾ നാണത്താൽ ചുവന്നു പോയിരുന്നു തൻ്റെ പെണ്ണ്. നേർത്ത കിതപ്പോടെ തൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞവളെ ചിരിയോടെ പൊതിഞ്ഞു പിടിച്ചു രുദ്രൻ. തൊട്ടടുത്ത നിമിഷം തന്നെ അവളെ കോരിയെടുത്ത് കഴിഞ്ഞിരുന്നു അവൻ. വെപ്രാളത്തോടെ അവനെ ചുറ്റിപ്പിടിക്കുന്നതിനോടൊപ്പം ആമയുടെ കണ്ണുകൾ വാതിൽക്കിലേക്ക് നീണ്ടു. കള്ളച്ചിരിയോടെ കണ്ണ് ചിമ്മിക്കൊണ്ട് അവളെയും കൊണ്ട് രുദ്രൻ പുറത്തേക്ക് നടന്നു. അമ്മമ്മേ, ദോശയും ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പെണ്ണിൻ്റെ കുളി കഴിഞ്ഞാ അവൾക്കൂടെ കൊടുത്തോ, ഞങ്ങൾ ഇപ്പോൾ വരാവേ. ഉമ്മറത്തിരുത്തി കുഞ്ഞിപ്പെണ്ണിൻ്റെ തലയിൽ എണ്ണ തേച്ച് പിടിപ്പിക്കുമായിരുന്ന അമ്മമ്മയെ നോക്കി വിളിച്ചു പറയുന്നതിനോടൊപ്പം ആമിയെയും കൊണ്ട് ഗോവണി കയറി രുദ്രൻ. നെറ്റിയിൽ കൈ ചേർത്തുകൊണ്ട് ആമി അവനെ കൂർപ്പിച്ചു നോക്കിയിരുന്നു. അന്നേരം മുറിയിലെത്തിയതും അവളെ കട്ടിലേക്ക് ഇട്ടുകൊണ്ട് രുദ്രൻ വാതിൽ ചേർത്തടച്ച് കുറ്റിയിട്ടു. ആമി അവൻ്റെ ഓരോ ചലനങ്ങളെയും വെപ്രാളത്തോടെ നോക്കുകയായിരുന്നു. തിരികെ വന്ന് കിടക്കയിലേക്ക് കയറാനൊരുങ്ങിയതും അവൾ പിടഞ്ഞുകൊണ്ട് എഴുന്നേറ്റിരുന്നു. താനടുത്തേക്ക് ചെല്ലും തോറും പുറകിലേക്ക് നീങ്ങിപ്പോകുന്നവളുടെ കണങ്കാലിൽ പിടിച്ചു വലിച്ചുകൊണ്ട് തനിക്കടിയിലായി കിടത്തിയവൻ തെന്നിമാറിയ സാരിക്കിടയിലൂടെ വയറിൽ പിടിച്ചുകൊണ്ട് കടത്തിൽ ചുണ്ടുകൾ ചേർക്കവേ കാൽവിരലുകൾ കിടക്കയിൽ കൊരുത്തുകൊണ്ട് അവളൊന്നുയർന്നു. ഒപ്പം കൈവിരലുകൾ അവൻ്റെ ഷർട്ടിൽ ചുളിവുകൾ വീഴ്ത്തി. കഴുത്തിൽ പിണഞ്ഞു കിടക്കുന്ന താലിമാല കടിച്ചെടുത്തുകൊണ്ട് സൈഡിലേക്ക് മാറ്റിയിട്ടു അവൻ. ചെവിയിൽ ചെറുതായി കടിച്ചുകൊണ്ട് രുദ്രൻ അവളെ നോക്കി. ചിരിച്ചുകൊണ്ട് ആമി അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്തു. അതേ ചിരിയോടെ തന്നെ ചുണ്ടുകൾ തമ്മിൽ ചേരുമ്പോൾ പ്രണയവും മറ്റു പല ഭാവത്തിലേക്കും വഴിമാറിക്കഴിഞ്ഞിരുന്നു. തടസ്സങ്ങൾ പലതും തന്നിൽ നിന്നും അഴിഞ്ഞു മാറുന്നതറിയവേ ലജ്ജയോടെ അവനിലേക്ക് ഒന്നുകൂടെ ഒതുങ്ങിച്ചേരുകയായിരുന്നു ആമിയും. കാലങ്ങൾക്കിപ്പുറം ആദ്യ കൂടിച്ചേരലിനേക്കാൾ മധുരമുള്ള മറ്റൊരു സംഗമം. തൻ്റെ പ്രണയത്തിൽ പൊതിഞ്ഞ വിയർപ്പിൽ പടർന്ന ചന്ദനവും പെണ്ണിൻ്റെ ഉയരുന്ന നിശ്വാസങ്ങളും അവനിലെ ആണിൻ്റെ വികാരങ്ങളെ പിന്നെയും ഉണർത്തവേ മഞ്ഞുള്ള പുലരിയിൽ പോലും ഇരുവരും ഒരുപോലെ വിയർത്തു കഴിഞ്ഞിരുന്നു. ഒടുവിൽ കിതച്ചുകൊണ്ട് അവളിൽ നിന്നും എഴുന്നേറ്റു മാറുമ്പോൾ സിന്ദൂര ചുവപ്പിൽ ഒരിക്കൽ കൂടി ചുണ്ടുകൾ ചേർക്കാൻ മറന്നില്ല അവൻ. അരികിലായി കിടന്നുകൊണ്ട് ഉയർന്ന നിശ്വാസത്തെ അടക്കുമ്പോഴും ഇടം കൈക്കുഴയ്ക്കുള്ളിൽ നെഞ്ചോട് ചേർന്ന് തൻ്റെ പ്രണയത്താൽ ഉലഞ്ഞു കിടക്കുന്ന തൻ്റെ പെണ്ണുമുണ്ടായിരുന്നു. ആമിമേ, വാതിൽ കൊട്ടിക്കൊണ്ടുള്ള കുഞ്ഞിപ്പെണ്ണിൻ്റെ വിളി കേൾക്കവേ രുദ്രൻ്റെ നെഞ്ചിൽ മുഖമമർത്തി കിടക്കുകയായിരുന്ന ആമി പിടഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. പാതി മയക്കമായ രുദ്രൻ്റെ ദേഹത്തേക്ക് പുതപ്പ് വലിച്ചു കൊടുത്ത് അവൻ്റെ ഷർട്ടും വാരിയെടുത്ത് എഴുന്നേറ്റു അവൾ. ഒപ്പം തിരക്കിട്ടഴിഞ്ഞുലഞ്ഞ മുടി ഒന്നാകെ വാരിക്കെട്ടി. ആമിമേ, ഇതാ വരുന്നു കുഞ്ഞുട്ടിയെ. ഇത്തവണ അല്പം കടുപ്പിച്ചായിരുന്നു വിളി. അഴിഞ്ഞുകിടന്ന് സാരി വേഗം വലിച്ചു ബക്കറ്റിലിട്ട ശേഷം അലമാരയിൽ നിന്നൊരു ചുരിദാർ എടുത്തിട്ടു ആമി. അപ്പോഴേക്കും വാതിൽ തല്ലി പൊളിക്കാൻ പാകത്തിന് വിളിക്കാൻ തുടങ്ങിയിരുന്നു കുഞ്ഞുട്ടി. ആമി മുറിയുടെ വാതിൽ തുറന്നതും കണ്ടത് ഒക്കത്ത് കയ്യും കുത്തി കൂർപ്പിച്ച് നോക്കി നിൽക്കുന്ന കുഞ്ഞുട്ടിയെയാണ്. മറുപടിയായി ആമി കണ്ണ് ചിമ്മി ചിരിച്ചു. കുഞ്ഞിപ്പെണ്ണത് വകവയ്ക്കാതെ നേരെ നോക്കിയത് അകത്തേക്കാണ്. കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന രുദ്രനെ ഒന്ന് നോക്കിയിട്ട് കുഞ്ഞിപ്പെണ്ണ് പിന്നെയും അമ്മയ്ക്ക് നേരെ തിരിഞ്ഞു. എന്തേ? ആമി അവളെ നോക്കി പുരിക ഉയർത്തി. ഒന്നുമില്ല, അച്ഛ ഉങ്ങല്ലേ.
അകത്തേക്കൊന്ന് എത്തി നോക്കിയാണ് കുഞ്ഞുട്ടിയുടെ ചോദ്യം. ആ ഇപ്പോൾ. ആമയും അതുപോലെ തന്നെ നോക്കിക്കൊണ്ട് ഉത്തരം നൽകി. ഓ, ഈ അച്ഛൻ ഒങ്ങാൻ കണ്ട നേരം. എന്താണ് കാര്യാവോ? ഗൗരവത്തോടെയുള്ള സംസാരം കേട്ട് ആമി അവളെ നോക്കി ചോദിച്ചു. ഒന്നുമില്ല, പോന്നോ, നാം പോവാ. ഏയ്, കാര്യം പറയുന്നേ. തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയ കുഞ്ഞിപ്പെണ്ണിനെ വാരിയെടുത്ത് കവളിൽ അമർത്തി ഉമ്മ വെച്ചു. മാങ്ങ വേണം ആമിമ്മേ. മുത്തിമ്മ പറഞ്ഞു മാങ്ങ കൊണ്ടുവന്ന് ഉപ്പും മുളകും കൂട്ടി തരാന്ന്. മുറ്റത്തുനിന്ന് പൊട്ടിച്ച് പറഞ്ഞു. അച്ഛ ഒങ്ങല്ലേ? സങ്കടത്തോടെ ചുണ്ടു ചുളുക്കിക്കൊണ്ട് കൊതി പറയുന്ന കുഞ്ഞിപ്പെണ്ണിനെ ആമി ചിരിയോടെ നോക്കി. ഓ, അത്രയേ ഉള്ളോ? അമ്മ അച്ഛയെ വിളിച്ചെണീപ്പിക്കാലോ. മോള് ചെല്ല്, അച്ഛ ഇപ്പോൾ വരൂട്ടോ. നീ ചായ കുടിച്ചില്ലേ? ഓ, കുടിച്ചു. ഞാനും മുത്തിയമ്മയും കുടിച്ചു. എന്നപ്പോൾ വരും? അച്ഛനെയും കൂട്ടിയിട്ട് വരാം. അവളെ താഴെ ഇറക്കാൻ നേരം ഒന്നുകൂടെ കവളിൽ അമർത്തി മുത്തി ആമി. കുഞ്ഞുട്ടി പോയതും തിരികെ മുറിയിൽ കയറി ഉറങ്ങിക്കിടക്കുന്ന രുദ്രനടുത്തായി ചെന്നു നിന്നു. രുദ്രേട്ടാ, തട്ടി വിളിച്ചപ്പോൾ തിരിഞ്ഞു കിടന്നു എന്നല്ലാതെ യാതൊരു അനക്കവും ഇല്ലായിരുന്നു. പിന്നെയും വിളിച്ചപ്പോൾ ഉറക്കച്ചടവോടെ കണ്ണുകൾ തുറന്ന് അവളെയൊന്ന് നോക്കി. എന്താടി? തല ഉയർത്തി അവളെയൊന്ന് നോക്കിയ ശേഷം പിന്നെയും കമിഴ്ന്ന് കിടന്നു അവൻ. അതെ, കുറച്ച് പച്ചമാങ്ങ വേണം, ഒന്ന് എറിഞ്ഞിട്ട് തരുവോ? വിരൽ വെച്ച് നഗ്നമായ പുറത്ത് കുത്തിക്കൊണ്ട് പറയുന്നവളെ ഞെട്ടിയെഴുന്നേറ്റുകൊണ്ട് നോക്കി രുദ്രൻ അന്നേരം. ഇത്ര പെട്ടെന്നോ? ഒരമണിക്കൂറായിട്ടല്ലേ ഉള്ളൂ. ബാക്കി പറയും മുന്നേ വലം കൈകൊണ്ട് അവൻ്റെ വാ പൊത്തി പിടിച്ചു അവൾ. എൻ്റെ മനുഷ്യ, അതല്ല, നിങ്ങളുടെ മോള് താ കിടന്ന് കാറി പോകുന്നു മാങ്ങ വേണമെന്ന് പറഞ്ഞിട്ട്. കൈമാറ്റിക്കൊണ്ട് അവനെ നോക്കി കണ്ണുരുട്ടി ആമി. ഓ, അതായിരുന്നല്ലേ. ഞാനും കരുതി എനിക്ക് ഇത്ര കഴിവോ എന്ന്. ആക്കിയ ചിരിയോടെ അവൻ കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് മുണ്ടൊന്ന് മുറുക്കിയെടുത്തു. നാണത്താൽ കുനിഞ്ഞ മുഖത്തെ ഭാവം നിമിഷ നേരം കൊണ്ട് കള്ളദേശത്തിലേക്ക് മാറ്റിക്കൊണ്ട് പിറുപിറുക്കുകയായിരുന്നു ആമി അന്നേരം. മറുപടിയായി രുദ്രൻ പതിവ് കള്ളച്ചിരി നൽകി. പിന്നെ അലമാരയിൽ നിന്ന് ഒരു ഷർട്ട് എടുത്തിട്ടു. നീ ഈ കോലമൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് താഴേക്ക് പോരെ. അവളുടെ പടർന്നു കിടക്കുന്ന സിന്ദൂരത്തിൽ ചുണ്ടമർത്തുന്നതിനോടൊപ്പം ഇടുപ്പിൽ പിച്ചിക്കൊണ്ട് കുസൃതിയോടെ പറഞ്ഞു അവൻ. എരിവ് വലിച്ചുകൊണ്ട് അവനെ തന്നിൽ നിന്നും തള്ളി മാറ്റി കൈത്തണ്ടയിൽ അമർത്തി നുള്ളി അവളും. അതേ വേഗത്തിൽ തൻ്റെ കൈക്കുള്ളിൽ ഒതുക്കി നിർത്താൻ ശ്രമിക്കും മുന്നേ മുറിയിൽ നിന്നും ഓടിയിറങ്ങിയിരുന്നു അവള്. വിടർന്ന ചിരിയോടെ മുണ്ടൊന്ന് മടക്കി കുത്തി മീശയും പിരിച്ച് രുദ്രൻ പുറത്തേക്ക് നടന്നു.